Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നമ്മളുടെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം അല്ലേ, നിങ്ങൾക്കറിയാം നമ്മളുടെ കാറ്റഗറി നമ്പർ എത്രയാണ് 363 364 15-ാം തീയതി വരെയായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. അത് അപ്ലൈ എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു എക്സാമിനെ പറ്റി ഒരുപാട് സംശയങ്ങൾ നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജുകളായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ ഗ്രൂപ്പുകളിൽ മെസ്സേജുകൾ വരാറുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസിനടിയിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളെ നിരന്തരമായിട്ട് ആളുകൾ വിളിച്ചു ചോദിക്കുന്ന കുറേ അധികം സംശയങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞ് തീർക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുണ്ട്, ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻ്റ് ആയിട്ട് ചോദിക്കാം. കൃത്യമായിട്ട് അതിനുള്ള ഒരു മറുപടി നമ്മൾ മറ്റൊരു വീഡിയോയിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വന്നേക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കുട്ടികൾ ചോദിച്ച ഒരു സംശയമാണ് ഈ ജൂനിയർ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് എന്നായിരിക്കും, അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ 363 64 എന്ന് പറയുന്ന ഈ ഒരു എക്സാമിൻ്റെ എന്നാണ് എക്സാം നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ, നമുക്കറിയാം ഡിസംബർ വരെയുള്ള എക്സാം കലണ്ടർ PSC എന്ത് ചെയ്തിട്ടുണ്ട്, പുറത്ത് വിട്ടിട്ടുണ്ട്. അതിലെന്തില്ല, ഈ ഒരു എക്സാം ഇല്ല. അതായത് നമുക്ക് മോസ്റ്റ് പ്രോബബിളി മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലായിട്ടായിരിക്കും നമുക്ക് എക്സാം നടക്കാൻ സാധ്യതയുള്ളത്. നമ്മളുടെ മുന്നിൽ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈം ഉണ്ട്, ഒരു 6 months എന്തായാലും ടൈം നമുക്ക് എന്തുണ്ട്, ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളുടെ മുന്നിലുണ്ട്. വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ടൈമാണ്. നമുക്കറിയാം 10 മൊഡ്യൂളുകളാണുള്ളത് അല്ലേ, 10 മൊഡ്യൂളുകൾ, കൊമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള 10 മൊഡ്യൂളുകളാണ്. വളരെ ഈസി ആയിട്ട് ഈ ഒരു 10 മൊഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ എന്താണ് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ബിക്കോസ് അതിനുള്ള ഒരു ടൈം നമുക്ക് കിട്ടുന്നുണ്ട്, ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർ എക്സാമിൻ്റെ ടൈം ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ മുന്നിൽ ഒരു 6 മാസത്തെ ടൈം എന്തായാലും മിനിമം 6 മാസം ഷുവറാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പഠിക്കാനായിട്ടുള്ള ടൈമുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കറിയാം BCom ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, BCom കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായ ആളുകൾ, അല്ലെങ്കിൽ ജനറൽ PSCയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, MCom പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവർ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്, ഞങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പഠനത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് പറ്റുമോ എന്നുള്ള കാര്യം. ഉറപ്പായിട്ടും സാധിക്കും. ബിക്കോസ് എന്താണ്, 10 മൊഡ്യൂളുകൾ മാത്രമാണ് നമുക്കുള്ളത്. അപ്പം നിങ്ങൾ 1 മണിക്കൂർ എല്ലാ ദിവസവും ഈ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വെക്കാനായിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സിലബസ് തീർക്കാനായിട്ട് പറ്റും. ഇപ്പോൾ MCom ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അഡ്വാൻറ്റേജ് ആണ്. എന്താണെന്ന് വെച്ചാൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഏരിയാസ്, അക്കൗണ്ടിങ് ആയിക്കോട്ടെ, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഏരിയാസ് ഇതിലും സിലബസിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വളരെയധികം അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തോണം, ഒരു കാരണവശാലും ഇതെനിക്ക് ഈ ഒരു പഠനത്തിനോടൊപ്പം ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്തോണം, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. അപ്ലൈ ചെയ്ത ആളുകൾ പഠിച്ചു തുടങ്ങുക, കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക, നമുക്ക് തീർക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ജനറൽ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജനറൽ PSC പഠിച്ചോളൂ. അതിനോടൊപ്പം തന്നെ വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ BComകാരാണ്, വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി പഠിച്ചു പോയ സബ്ജക്റ്റുകളാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. നിങ്ങൾക്കൊരു കോച്ചിങ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതും എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ച് കവർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഏതിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു ജൂനിയർ അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ ആണല്ലോ. പിന്നെ ഈ ജൂനിയർ അക്കൗണ്ടന്റിന്റെ സിലബസ്, അതും പലരും ചോദിക്കാറുണ്ട്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ സെയിം സിലബസ് തന്നെയാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് എക്സാം കഴിഞ്ഞിരുന്നു, അതിൻ്റെ സെയിം സിലബസ് തന്നെയാണ്. ഇതുവരെ മാറ്റങ്ങളൊന്നും തന്നെ PSC പറഞ്ഞിട്ടില്ല. ഇനി മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. 98% മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. ഇനി ഒരു 2% എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലും ഈ സിലബസിനകത്ത് തന്നെ എന്തെങ്കിലും അഡീഷൻസ് കയറി വരികയുള്ളൂ. ഇപ്പോൾ ഇൻകം ടാക്സിനോടൊപ്പം ചിലപ്പം എന്താണ് പ്ലസ് ഒരു GSTയുടെ കുറച്ച് ഭാഗങ്ങൾ ആഡ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരാനായിട്ടുള്ളൂ. അല്ലാതെ മാറ്റങ്ങളൊന്നും തന്നെ വരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതും പലരും ചോദിച്ചിട്ടുള്ള ഒന്നാണ്. പിന്നെ ഉള്ളവരുടെ ഒരു കൺഫ്യൂഷനാണ്, ഇതിൻ്റെ പേയോ സ്കെയിൽ എങ്ങനെയാണ്, സാലറിയെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള കാര്യം. അപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെ ജൂനിയർ അസിസ്റ്റന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, ഇങ്ങനെയൊക്കെ പല പേരിലാണ് ഈ ഒരു പോസ്റ്റ് അറിയപ്പെടുന്നത്. നമുക്കറിയാം ഈ ഒരു പല കമ്പനികളിലും പല രീതിയിലാണ്. അത് ഏകദേശം 10ഓളം കമ്പനികൾ അല്ലെ 10ഓളം കോർപ്പറേഷനുകൾ, ബോർഡുകളിലേക്കാണ് നമ്മളെ ഇത് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ
ബോർഡിൽ ഓരോ പേരിലാണ് ഈ പോസ്റ്റ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ സാലറി നിങ്ങൾ ബേസിക് സാലറി നോക്കണ്ട. ഇതിന് ഇൻഡസ്ട്രിയൽ DA ആണ് കിട്ടുന്നത്. ഇൻഡസ്ട്രിയൽ DA എന്നൊക്കെ പറയുമ്പോൾ സാലറിയുടെ ചിലപ്പോൾ 200% ഒക്കെയാണ് DA വരുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിരിക്കും. നല്ല കമ്പനികളിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് സാലറിയൊക്കെ റിവൈസ് ചെയ്തിട്ടുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള പേ ഓഫ് സ്കെയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ബോധേഡ് ആകേണ്ട ആവശ്യമില്ല. എന്തായാലും ഒരു ടോപ്പ് ലെവലിലുള്ള സാലറി തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു രീതിയിൽ തന്നെ നല്ലൊരു സാലറിയുള്ള നല്ലൊരു പേ ഓഫ് സ്കെയിൽ ഉള്ള ഒന്ന് തന്നെയാണ് എന്നുള്ള വിശ്വാസത്തിൽ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഓരോ കമ്പനികളും ഓരോ ബോർഡുകളും ഡിഫറെൻ്റ് ആണ്. സാലറി റിവൈസ് ചെയ്തതുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ DA ഒക്കെ നല്ല രീതിയിൽ ഹൈ ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു പോസ്റ്റിലേക്ക് തന്നെ എത്താനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു കാര്യം, 2 കാറ്റഗറി നമ്പറിലാണ് ഈ എക്സാം വരുന്നത്. അപ്പോൾ ഒറ്റ എക്സാം ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒറ്റ എക്സാം തന്നെയാണ്. ഒരേ ഒരു എക്സാമേ ഉള്ളൂ. ഈ 2 പോസ്റ്റിലേക്കും ഒരൊറ്റ എക്സാമാണ്. അപ്പോൾ ഏറ്റവും ടോപ്പ് റാങ്ക് വരുന്നവരെ ഈ 2 പോസ്റ്റിലേക്കും എന്ത് ചെയ്യും, വിളിക്കും. അപ്പോൾ നമുക്ക് ഏതാണ് നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയത് ഏതാണോ, ഏറ്റവും നമുക്ക് അനുയോജ്യമായ ഏതാണോ ആ പോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതും ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ കുറേ പേരാണ് ഞാൻ സബ്ജക്റ്റ് വിട്ടിട്ട് കുറേ കൊല്ലങ്ങളായി, എനിക്ക് ഏജ് ഔട്ട് ആകാറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെയുള്ളവർ ഈ ഒരു എക്സാം തീർച്ചയായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്ക് ഏജ് ഔട്ട് ആകാൻ പോവാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഒരുപാട് കയ്യിൽ നിന്ന് പോയെങ്കിൽ ഇനി പഠിച്ചു തുടങ്ങിയാൽ മതിയെന്നേ. വളരെ 10 മൊഡ്യൂളേ ഉള്ളൂ. നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ 10 മൊഡ്യൂൾ വളരെ എളുപ്പമല്ലേ. എന്താണ് നമ്മളുടെ അക്കൗണ്ടിങ്, കോസ്റ്റിങ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഓഡിറ്റിങ്, കമ്പനി ലോ, ഇൻകം ടാക്സ്, ഇതെല്ലാം കൊമേഴ്സുകാർ എന്താണ് BCom സിലബസിൽ പഠിച്ച കാര്യങ്ങളാണ്. ഒന്ന് ബ്രഷപ്പ് ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടി നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഏരിയ എല്ലാം കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ഏരിയയും പഠിക്കുകയും അതിനോടനുബന്ധിച്ചിട്ടുള്ള മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യുകയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാനായിട്ട് പറ്റുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ ആണല്ലോ. പിന്നെ കുറച്ച് പേരുടെ സംശയമായിരുന്നു, ഇതിന് കോച്ചിങ് എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഈ കോച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് സാറേ, നിങ്ങളുടെ കോച്ചിങ് എങ്ങനെയാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്മളുടെ കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാവരും തന്നെ സെറ്റ്, നെറ്റ് ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് നമ്മളുടെ സെറ്റിന്, അതുപോലെ നെറ്റിന്, അതുപോലെ തന്നെ HSST കൊമേഴ്സിന്, ബാങ്ക് എക്സാമുകൾക്കൊക്കെ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുകയും നമ്മളുടെ കുട്ടികൾ ലിസ്റ്റിലേക്ക് എത്തിക്കുകയും ജോലിയിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്തിട്ടുള്ള നിരവധി അധ്യാപകരാണ് നിങ്ങൾക്കും ക്ലാസ് എടുക്കുന്നത്. അവർക്കറിയാം എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം. നല്ല രീതിയിൽ ഒരു വഴി നിങ്ങൾക്ക് തെളിച്ച് തരുന്നതായിരിക്കും ഇവർ. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ കറക്റ്റായിട്ട് മോക്ക് ടെസ്റ്റുകളും മെൻറ്റർഷിപ്പുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈച്ച് ആൻഡ് എവറി ടോപ്പിക്, ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള മാക്സിമം MCQs വർക്കൗട്ട് ചെയ്താണ് പോകുന്നത്. റെക്കോർഡ് ക്ലാസ്സുകൾക്ക് പുറമെ ലൈവ് ക്ലാസ് ഡിസ്കഷനുകളും ഉണ്ടാകും. അതായത് റെക്കോർഡ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഏത് ഏരിയയാണോ മനസ്സിലാകാത്ത ആ ഏരിയകൾ ലൈവ് ക്ലാസ്സുകളിൽ എടുത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളുടെ ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നമ്മളുടെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലും നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അപ്ഡേഷനുകളും അതിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, റിസൾട്ട് ഉണ്ടാകുന്ന എപ്പോഴും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾക്കാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു അഡ്വൈസ് വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ പഠനം അവസാനിപ്പിക്കേണ്ടത്. അതുവരെ ഒരു എക്സാം എഴുതി ഏറ്റവും ടോപ്പിൽ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ പഠനം അവസാനിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ എന്ന് ആ അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുന്നോ അന്ന് വരെ, അതായിരിക്കണം നിങ്ങളുടെ ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതുവരെ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു നിൽക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളൊരു സ്ഥിര വരുമാനമുള്ള ഒരു ഗവൺമെൻറ് ജോലിയിൽ തന്നെ എത്തും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ കോഴ്സിനെ പറ്റിയുള്ള മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഏത് സമയത്തും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകും. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.